വലിയ സന്തോഷമാണോ. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കണ്ടവൻ വിളമ്പത്ത് മക്കാമില് പടച്ചവനെ ക്യാമറയും വെച്ചുകൊണ്ടിരിക്കുന്ന റാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാര്, അല്ലാഹു കൊടുത്ത അനസ് എന്ന് പറയുന്ന പൊന്നുമോൻ, അവൻ ഹാഫിളായിരിക്കുകയാണ്. പടച്ചവനെ മക്കാമിന്റെ അകത്തിരുന്നിട്ട് 20 മണിക്കൂർ കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ചിന്തിക്കുമെങ്ങള് മണിക്കൂറുകൾ ഗെയിം കളിക്കുന്ന മക്കളുടെ കാലത്ത്, റീലെടുത്ത് കളിക്കുന്ന പെൺകുട്ടികളുടെ കാലത്ത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 13 വയസ്സുള്ള ഒരു പൊന്നുമോന് 20 മണിക്കൂർ മക്കാമിന്റെ അകത്തിരുന്നിട്ട് ഉസ്താദിന് ഓതിക്കൊടുത്ത ഖുർആൻ മുഴുവനും അങ്ങനെ ഹാഫിളായത്. ആ പൊന്നുമോന് പടച്ചവരെയും ആദരവ് കൊടുക്കുന്നത് കണ്ടിട്ടാ ഇങ്ങോട്ട് കടന്നു വന്നത്. റാഫിയുടെ കണ്ണ് നിറഞ്ഞടോ. ഇതിനെക്കാളും വലിയ ഒരു സന്തോഷം എന്താ? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മുതഅല്ലിമീങ്ങൾ സാധാരണ ആൾക്കാരല്ല, മലക്കുകളെ ചിറകുതാറ്റി ബഹുമാനിക്കുന്ന വിഭാഗമാ, ദുആ ചെയ്താ സ്വീകരിക്കുന്ന വിഭാഗമാ. അവരുടെ ദുആയ്ക്ക് ഇജാബത്തുണ്ട് പെങ്ങള്, അവരുടെ ദുആയ്ക്ക് ഇജാബത്തുണ്ട് പെങ്ങള്. പൊന്നുമോളെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹു ഇവർക്ക് അനുവാദം കൊടുക്കും ശഫാഅത്ത് ചെയ്യാൻ. ഇങ്ങോട്ട് വരുമ്പോ ഈ റാഫി എന്ന് പറയുന്ന ഈ ക്യാമറയും പിടിച്ചു നടക്കുന്ന ചങ്ങാതിയുടെ പൊന്നുമോൻ ഹാഫിളായി. അല്ലാഹു പൊന്നുമോന് ഹൃദയത്തിൽ മുഴുവനും ഖുർആൻ നിറച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഇങ്ങനെ പഠിക്കാറുണ്ട്. ഇമാം അബൂ ഹനീഫ തങ്ങൾ, ഇമാം ഷാഫി തങ്ങൾ ഒരു രാത്രിയിൽ ഖുർആൻ ഓതി തീർക്കും. ഒരു രാത്രിയിൽ ഖുർആൻ ഓതി തീർക്കും. വലിയ അത്ഭുതമായിരുന്നു. ഇന്ന് ഞാൻ നോക്കുമ്പോ 20 മണിക്കൂർ കൊണ്ട് ആ പയ്യൻ ഖുർആൻ ഓതി തീർത്തു. അപ്പൊ അതൊക്കെ എന്താ അത്ഭുതമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുക, ഹദീസുകൾ പഠിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കുക, ഹദീസുകൾ പഠിക്കുക വലിയ മഹത്വമുള്ള കാര്യം. ഇത്രത്തോളം 10-60ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു. അല്ലാഹു നാഫിയായ ഇൽമു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലെ മക്കളുണ്ട്. ലൈവ് ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇന്നൊരു സഹോദരൻ കരഞ്ഞുകൊണ്ട് എന്റെ വാട്സാപ്പിൽ ഇട്ട ഒരു മെസ്സേജ്, എന്റെ പ്രിയപ്പെട്ടവരെ ഞാനത് പറയുന്നില്ല, സങ്കടം തോന്നിപ്പോയടോ. അദ്ദേഹം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വളരെ സങ്കടത്തോടെ അദ്ദേഹം ഒരു സ്ഥാപനത്തിന്റെ ക്യാന്റീനിൽ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞ് കരയുകയാ. വല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഉപ്പമാരാണെങ്കിൽ മക്കളെ എന്ന് പറഞ്ഞ് ജീവൻ കളയുന്നു. തിന്നത്തുമില്ല, കുടിക്കത്തുമില്ല, ധരിക്കത്തുമില്ല, എല്ലാം കൂട്ടിവെച്ചിരിക്കുന്നു മക്കൾക്ക് വേണ്ടി. ഉമ്മമാരാണെങ്കിൽ വാപ്പമാര് കഷ്ടപ്പെട്ട് വാങ്ങിക്കൊടുത്ത സ്വർണം മുഴുവനും അവര് പോലും ധരിക്കാതെ കൊണ്ടുപോയി ലോക്കറിൽ വെച്ചിരിക്കുകയാ. എന്തിനാ? മോളെ കെട്ടിക്കുമ്പോ കൊടുക്കാൻ, മോക്ക് വീട് വെക്കുമ്പോ കൊടുക്കാൻ. നീയും ധരിക്കത്തില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് വേണ്ടി ജീവിതം നയിക്കുന്ന മാതാപിതാക്കളോട്, വാപ്പാ ചുമ്മാ അതൊന്ന് ചോദിക്ക്, മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുമോ? നിന്റെ മോനോട് നീ ചോദിക്ക്, എടാ ഇന്ന് രാത്രി ഞാൻ മരിച്ചുപോയി, എന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന റൂമിന്റെ അകത്തെങ്കിലും നീ വരുമോ എന്ന് ചോദിച്ചു നോക്കിക്കേ. കുളിപ്പിക്കാൻ അറിയുമോ എന്ന് ചോദിച്ചു നോക്കു വാപ്പാ. പെങ്ങളെ, സ്വർണം മുഴുവനും ലോക്കറിൽ വെച്ചിട്ട് മകളെ എന്ന് പറഞ്ഞ് നടക്കുന്നല്ലോ, ആ മകളോട് ചോദിക്ക്, എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുമോ എന്ന്. മോളെ, ഉമ്മാനെ വേണ്ടി യാസീൻ ദുആ ചെയ്യാൻ അറിയുമോ എന്ന് ചോദിക്ക്. ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ലടോ, ആർക്കും സമയമില്ലടോ. നമ്മൾ അവർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല മരണം എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്ന ഒരു സാധനമല്ല. അതിനെന്തെങ്കിലും നന്മകൾ ചെയ്യണം. നന്മകൾ ചെയ്താൽ മാത്രമേ എല്ലാവരും പറയും, ഉസ്താദേ നല്ല മരണം കിട്ടാൻ ദുആ ചെയ്യാൻ. എടാ, നല്ല മരണം, അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. നല്ല മരണം വേണ്ടവരൊക്കെ ഒന്ന് കൈപൊക്കി ഒരു പേടി കൈവക്കാൻ. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. ഈ നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അല്ലാഹുവേ, വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങൾ തീർത്ത് തൗബ ചെയ്ത് വുളുവോടുകൂടി ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ പടച്ചവനെ തൗബ ചെയ്തിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞ് നബിതങ്ങളെ സാക്ഷിയാക്കി സ്വർഗ്ഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് ലോകത്തോട് വിട പറയണം. മരിച്ച ഉടനെ നെറ്റിത്തടം വിയർക്കണം, മൂക്കിന്റെ ദ്വാരം വികസിക്കണം, മുഖത്തു പ്രകാശമുണ്ടാകണം, ചുണ്ടില് പുഞ്ചിരി ഉണ്ടാകണം, ശരീരത്തിലും റൂമിലും സുഗന്ധമുണ്ടാകണം. ഇതിനാണ് നല്ല മരണം എന്ന് പറയുന്നത്. ഇതിനാണ് നല്ല മരണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു മരണം കിട്ടാൻ ഈ സദസ്സിലിരിക്കുന്ന ഉപ്പാനോടും ഉമ്മാനോടും ചോദിക്കട്ടെ, നീ ചെയ്തു വെച്ചിരിക്കുന്ന നന്മ എന്താ?
എന്ത് നന്മ ചെയ്തിട്ടോ നമ്മളിങ്ങനെ നടക്കുന്നത്? ഒരു നല്ല മരണം കിട്ടാൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന അത്രയും വലിയ പുണ്യമെന്താ? എടോ, എപ്പോ വേണമെങ്കിലും മരണം വരുമല്ലോ. ഈ വയത് കഴിഞ്ഞ് പോകുന്ന വഴിയിൽ അസ്രായിൽ വന്നിട്ട് വിളിക്കുന്നു, വാ പോകാന്ന് പറഞ്ഞാ നമ്മൾ പോകാനല്ലാതെ വേറെ വഴിയില്ലല്ലോ. പക്ഷെ എന്തുണ്ട് പെങ്ങളെ നിനക്ക്? നിന്റെ ജീവിതത്തിൽ നിനക്കൊരു നല്ല മരണം കിട്ടാൻ എന്ത് നന്മയാണ് നീ ചെയ്തു വെച്ചിരിക്കുന്നത്? ചിന്തിക്കേണ്ടത് അവിടെയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമ്മുടെ മക്കൾ നാളെ നമ്മളെ കൈയൊടിഞ്ഞാലും ഈ മക്കൾ നിങ്ങളെ കൈയൊടിയില്ല. ആര് നിങ്ങളെ കൈവിട്ടാലും ഈ മക്കൾ നിങ്ങളെ കൈയൊടിയില്ല. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മുത്തഅല്ലിമീങ്ങൾ മരിക്കുന്ന കാലം വരെ ദുആ ചെയ്യും നിങ്ങൾക്ക് വേണ്ടി. അവർക്ക് ഭക്ഷണം കൊടുത്തവർ, ഞങ്ങളൊക്കെ ദുആ ചെയ്യാറുണ്ട്, പടച്ചോനെ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ആരാന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അതുപോലെ ഈ മുത്തഅല്ലിമീങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും, പടച്ചോനെ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരുടെ പ്രയാസം മാറ്റണം, നല്ല മരണം കൊടുക്കണം, സ്വർഗം കൊടുക്കണം. ഈ ദുആ മതി പെങ്ങളെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ. ഈ മക്കളെ നിങ്ങൾ ഏറ്റെടുക്കുക. ഈ മുത്തഅല്ലിമീങ്ങൾ അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്ന മക്കളല്ലേ, ദുആ ചെയ്താൽ സ്വീകരിക്കുന്ന വിഭാഗമല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ പിന്നെ ആരേറ്റെടുക്കും? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഒറ്റ പ്രതിഫലം ഞാൻ പറയുന്നത്, സമയമില്ല നിർത്തുകയാ. ഒരേ ഒരു പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഒറ്റ പ്രതിഫലം ഞാൻ പറയാം. ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഒന്ന് ചിന്തിക്കുക വാപ്പമാരെ, ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ റൂഹ് പിടിക്കുകയാണ്. 70 മുതൽ 70,000 വരുന്ന മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിക്കുകയാണ്. ഒന്ന് ചിന്തിക്കണോ, ഈമാനുള്ള ഓരോ മനുഷ്യനും ഒന്ന് ചിന്തിച്ചു നോക്ക്. അതാ 70,000 വരുന്ന മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കുമ്പോ, ആ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗം കണ്ടുകൊണ്ട് മരിക്കണ്ടേ വാപ്പാ? എന്ത് നന്മയാ ഉപ്പാ, എന്ത് നന്മയാ ഉമ്മ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തരും. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു പൊന്നുമോനെ, എന്റെ മകനാ ഉസ്താദേ, അവൻ എന്റെ പൊന്നുമോനാ ഉസ്താദേ. ഞാൻ പ്രസവിച്ച 5 മക്കളുണ്ടെങ്കിൽ 6ാമതൊരു മകനെ കൂടെ എനിക്ക് വേണം ഉസ്താദേ. അവൻ 1 വർഷം ഞാൻ ഭക്ഷണം കൊടുക്കാം, 1 വർഷം ഞാൻ ഭക്ഷണം കൊടുക്കാം. പെങ്ങളെ, 1 ഗ്രാം സ്വർണ്ണത്തിന് 16,000 രൂപ വിലയാ മോളെ. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾക്ക് 6 മാസം ഭക്ഷണം കഴിക്കാൻ, 1 വർഷം ഭക്ഷണം കഴിക്കാൻ 24,000 രൂപ. പടച്ചവനെ, 2,000 രൂപയാണ് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു മകന് 1 മാസം ചെലവാകുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഒരു പൊന്നുമോനെ ഏറ്റെടുക്കുവോ? ഒരുമിച്ച് കൊടുക്കാൻ ഞാൻ പറയുന്നില്ല, ഒരുമിച്ച് കൊടുക്കാൻ ഞാൻ പറയുന്നില്ല. 1 വർഷത്തിന്റെ ഇടയില് അല്ലാഹു നിന്റെ കയ്യിൽ തരുന്നതിനനുസരിച്ച് ഈ പൊന്നുമോനെ ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് കൊടുത്താ മതി. നിന്റെ കയ്യിൽ കിട്ടുന്നതിനനുസരിച്ച് ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് കൊടുത്താ മതി. പടച്ചവനെ, ഏതെങ്കിലും ഒരു പൊന്നുമോനെ എനിക്ക് വേണം ഉസ്താദ്, എനിക്ക് രക്ഷപ്പെടാൻ അത് മതിയല്ലോ. മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരും. വഅബ്ശിറൂ ബിൽ ജന്നാ. സ്വർഗ്ഗം ഇങ്ങനെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരികയാണ്. അത് കണ്ടിട്ടേ മരിക്കൂ വാപ്പാ, അത് കണ്ടിട്ടേ മരിക്കൂ പെങ്ങള്. അതുകൊണ്ട് 2,000 രൂപ വെച്ച് 1 മാസം ഒന്ന് മാറ്റി വെച്ചാൽ അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു പൊന്നുമോന് 1 വർഷത്തെ ഭക്ഷണമായി. ഉമ്മ, നിന്റെ ഉമ്മാനെ നിനക്കൊന്ന് ഓർമ്മ വരട്ടെ. പെൺകുട്ടികളെ, വാപ്പാനോട് വല്ലാത്ത സ്നേഹമല്ലേ, ഉപ്പാനോട് വല്ലാത്ത സ്നേഹമല്ലേ. പഠിച്ചവനെ, ഇന്ന് ഞാൻ വിളമ്പത്ത് മക്കാമിൽ നിന്നിറങ്ങി വരുമ്പോ ഒരു ചെറിയ മകൾ എന്റെ അടുക്കലോടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ ഉപ്പാന് വേണ്ടി ദുആ ചെയ്യണേ, എന്റെ ഉപ്പ മരണപ്പെട്ടു പോയി, ദുആ ചെയ്യണേ. പൊന്നുമോളുടെ കണ്ണ് നിറയുന്നത് കണ്ടപ്പോ സങ്കടം വന്നു പെങ്ങള്.
പെൺകുട്ടികൾക്ക് ഉപ്പാനോട് വല്ലാത്ത സ്നേഹമാണല്ലോ, ആൺകുട്ടികൾക്ക് ഉമ്മയോട് വല്ലാത്ത സ്നേഹമാണല്ലോ. ഖബറിലല്ലേ വാപ്പയും ഉമ്മയും പലരുടെയും ഖബറിലല്ലേ, പലരും രോഗം പിടിച്ച് കിടക്കുകയല്ലേ. അതുകൊണ്ട് ഈ സദസ്സിൽ ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല, ചാടി എഴുന്നേറ്റ് പറയാൻ വല്ലാഹി ഒരാളെയും ഞാൻ നിർത്തിയിട്ടില്ല. മനസ്സ് കൊടുക്കുന്നവൻ സിറാജല്ല, അല്ലാഹുവാ, അല്ലാഹയാണ് മനസ്സ് കൊടുക്കുന്നത്. പഠിച്ചവനെ ഓരോ മാസവും എത്രയോ പെറ്റിയടിക്കുന്നടോ, ബൈക്കിൽ പോകുമ്പോ ബെൽറ്റിടാതെ പോകുമ്പോ ഫോൺ വിളിച്ചു കൊണ്ടുപോകുമ്പോ എത്രയോ പൈസ പെറ്റിയടിച്ചു പോകുന്നു. 2000 രൂപ ഈ പൊന്നാര മകന് വേണ്ടി മാറ്റിവെച്ചാൽ അത് മതി നിനക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ. നബിതങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ 100 പദവികളാണ്. ഓരോ പദവികളുടെയും ഇടയിൽ ആകാശ ഭൂമികൾക്കിടയിലുള്ള ദൂരമുണ്ടത്രേ. ഓരോ പദവികൾക്കിടയില് 1, 2, 3, 4, 5, 6 ഇങ്ങനെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ 100 പദവിയാണ്. ആ 100 പദവിയിൽ 100ാമത്തെ പദവിയാണ് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം. അത് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ്. അതാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗമെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ, ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം ആർക്കുള്ളതാണെന്നറിയുമോ? അത് വിവിഐപികൾ കടന്നു പോകുന്ന സ്വർഗ്ഗമാണ്. അത് വിവിഐപികൾ കടന്നു പോകുന്ന സ്വർഗ്ഗമാണ്. ഈ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിന്റെ അവകാശി ആരെന്നറിയുമോ? ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സക്കരിയ നബിയും പടച്ചവനെ ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാരെ കടന്നു പോകുന്ന സ്വർഗ്ഗമാണ്. പടച്ചവനെ അതാ ബദറിലും മുഹദിലും ഹൻദക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലുമെല്ലാം പടച്ച റബ്ബിന്റെ ദീനിനു വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ശുഹദാക്കളുണ്ടല്ലോ. ആ ശുഹദാക്കളെ കടന്നു പോകുന്ന സ്വർഗ്ഗമാണ് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം. നബിതങ്ങൾ അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലിരുന്ന് പാവപ്പെട്ട സഹാബത്ത് അവിടുന്ന് കരയുകയാ. നബിതങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങൾ എന്തിനാണ് കരയുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഈ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിലെ പാവപ്പെട്ട ഞങ്ങളെ കടന്നു പോകില്ലേ നബിയേ? ആ വിവിഐപികൾ മാത്രം കടന്നു പോകുന്ന സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിന് ഞങ്ങൾക്കാർക്കും പോകാൻ കഴിയില്ലേ നബിയേ? മുത്തുനബിയുടെ മുമ്പിലിരുന്ന് കൊണ്ട് സ്വഹാബത്ത് അവിടുന്ന് സങ്കടം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ പോകണോ സഹാബ, പോകണോ സഹാബ. വഅദ് കേൾക്കാമെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ ഉപ്പമാരോട്, എന്റെ ഉമ്മമാരോട്, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയായ ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹമുണ്ടോ? നബിതങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിലും പോകാം, ആർക്ക് വേണമെങ്കിലും ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിൽ പോകാം. പോകാനുള്ള വഴി എന്തെന്നറിയോ? ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിൽ പോകുന്നവരുടെ സ്വഭാവ ഗുണങ്ങൾ അല്ലാഹു പറയുകയാ. ആ ഫിർദൗസിന്റെ അവകാശികളുണ്ടല്ലോ, ആ അവകാശികളുടെ സ്വഭാവ ഗുണങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. ഈ സ്വഭാവ ഗുണം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഈ പറയുന്ന സ്വഭാവം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കും ആ ഉയർന്ന പദവിയിലേക്ക് അവരെല്ലാവരും കടന്നു പോകുമ്പോ അവരുടെ ഏറ്റവും പുറകിൽ നിന്നുകൊണ്ടെങ്കിലും പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലെ 100ാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാം. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിച്ചാ നിങ്ങൾ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം ചോദിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുമ്പോൾ പറയണം, പടച്ചവനെ എനിക്ക് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം തരണേ എന്ന് ദുആ ചെയ്യണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഈ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം ഏറ്റവും ഉയർന്ന പദവിയാണ്. സ്വർഗത്തിൽ ഇങ്ങനെ 1, 2 എന്ന് പദവിയുണ്ട്. ഓരോ പദവികളുടെ ഇടയിൽ ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരമുണ്ടത്രേ. അപ്പൊ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം. അല്ലാഹു അവിടെ പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു അവിടെ പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവിടെ പോകണമെങ്കിൽ അവിടെ പോകുന്നവരുടെ സ്വഭാവ ഗുണങ്ങൾ നമുക്കുണ്ടാകണം. ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ പോകണമെങ്കിൽ വെറുതെ ഇങ്ങനെ നടന്നാൽ പോകാൻ പറ്റൂല. വെറുതെ ഇങ്ങനെ നടന്നാൽ ആ സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ അവിടെ പോകുന്നവരുടെ സ്വഭാവ ഗുണം അല്ലാഹു പറയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഫിർദൗസിന്റെ അവകാശികളുടെ സ്വഭാവ ഗുണങ്ങൾ പറയുകയാണ്. ഈ സ്വഭാവം നമ്മളിൽ ആർക്കാവുള്ളത്? ഓരോ മനുഷ്യനും അവന്റെ മനസാക്ഷിയോട് ചോദിക്കേണ്ട കാര്യമാണ്. ഈ പറയുന്ന സ്വഭാവ ഗുണങ്ങളിൽ ഏതാവുള്ളത്? നിങ്ങളെ ചിന്തിക്കു പൊന്നുമോള്, ഈ പറയുന്ന സ്വഭാവ ഗുണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിനക്കുണ്ടെങ്കിൽ അല്ലാഹുവേ, പടച്ചറബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചറബിന്റെ സ്വർഗമുണ്ടല്ലോ. ആ കഷ്ടപ്പാടില്ല, ദുരിതമില്ല, പ്രയാസമില്ല, സങ്കടമില്ല. പടച്ചവനെ അല്ലാഹുവിന്റെ സ്വർഗത്തിലെ 100ാമത്തെ പദവിയായ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകണോ? അവിടെ പോകുന്ന പ്രവാചകന്മാരുടെ അടയാളം അല്ലാഹു പറയുകയാണ്. അവിടെ പോകുന്നവരുടെ സ്വഭാവ ഗുണങ്ങൾ അല്ലാഹു പറയുകയാണ്. ഈ പറയുന്ന ഗുണങ്ങൾ നമുക്കുണ്ടോ? ഈ പറയുന്ന സ്വഭാവം നമുക്കുണ്ടോ? ഇങ്ങനെ പടച്ചവനെ അവരെല്ലാവരും കടന്നു പോകുമ്പോ അവരുടെ അവസാനമെങ്കിലും നമുക്കൊന്ന് കടന്നു പോകാം. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അവിടെ പോകുന്നവരുടെ അടയാളം പറയുകയാ. അവിടെ പോകുന്നവരുടെ സ്വഭാവ ഗുണങ്ങൾ അല്ലാഹു പറയുകയാ. ഈ പറയുന്ന ഗുണങ്ങള് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ ആർക്കാവുള്ളത്? ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ? ഒന്നാമത്തെ സ്വഭാവം എന്തെന്നറിയോ? അല്ലാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നഹും കാനൂ ഫിൽ ഖൈറാത്ത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ അടയാളം എന്താ? ഒന്നാമത്തെ സ്വഭാവം എന്തെന്നറിയോ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചവനെ ആദ്യം എനിക്ക് ചെയ്യണം തമ്പുരാന്. ആ കേട്ട നല്ല കാര്യം എനിക്ക് ചെയ്യണം തമ്പുരാന്. ഒരു മത്സരമാടോ, ഒരു വല്ലാത്ത മനസ്സാടോ? ആ കേട്ട നന്മ ചെയ്യാതെ ഉറങ്ങാൻ കഴിയുന്നില്ല. ആ കേട്ട നന്മ ചെയ്യാതെ സമാധാനമില്ല. പടച്ചവനെ ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവന് താടിയുള്ളവനാണോ, തടമ്പുള്ളവനാണോ, മഹാനാണോ എന്നല്ല. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചവനെ അവര് മത്സരിക്കുകയാണ്. നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സുണ്ടാവുകയാണ്. ഈ വഴി കേൾക്കാമെന്നവരോട് ചോദിക്കട്ടെ, ഈ സദസ്സിലിരിക്കുന്നതിൽ ആരെങ്കിലും ഒരു മനുഷ്യന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പഠിക്കുന്ന ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ ഇവിടെയുണ്ടല്ലോ. ആരെങ്കിലും എഴുന്നേറ്റ് ഒരു സദഖ പറയാൻ പറഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നോക്കുകയാണ്, നമ്മൾ പുറകോട്ട് നോക്കുകയാണ്. നിങ്ങളെ ആരെങ്കിലും ഒരു സദഖ പറയാൻ പറഞ്ഞാൽ എല്ലാവരും തിരിഞ്ഞു നോക്കുന്നു, ആരാണ് പറയുന്നതെന്ന്. എന്നാ പെങ്ങളെ, നിനക്ക് അല്ലാഹു ഒരുപാട് നിഅമത്ത് ചെയ്തിട്ടുണ്ടല്ലോ, അല്ലാഹു ഒരുപാട് സമ്പത്ത് തന്നിട്ടുണ്ടല്ലോ. പടച്ചവനെ എനിക്ക് പറയാമെന്ന് പറയുന്ന ഒരു മനസ്സ് നമ്മളിൽ അധികം പേർക്കും തോന്നാറില്ലടോ. നല്ല കാര്യങ്ങൾ പറഞ്ഞാ മടിയാണ്, ഒന്ന് കേറിയിരിക്കാൻ
പറഞ്ഞാൽ, ഒരുമിച്ചിരിക്കാൻ പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ വളരെ പുറകോട്ട് മാറുകയാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് ചെയ്യാനുള്ള ഒരാഗ്രഹമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിൽ പോകുന്ന ഒരു അവകാശിയെ പറഞ്ഞു തരാം. ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു അവകാശിയെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ആരാണ് ആ അവകാശി എന്നറിയുമോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിച്ചവനാണല്ലോ. ഇബ്രാഹിം നബിയും നമ്മളും തമ്മിൽ വല്ലാത്ത ഒരു ബന്ധമുണ്ടല്ലോ. ആ ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഇബ്രാഹിം അലൈഹിസ്സലാം വഹുവ ഇബ്നു 80 സന. അവിടുത്തെ ഹദീസ് എടുത്ത് വായിച്ചു നോക്കടോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 80 വയസ്സായി. 80 വയസ്സുള്ള പ്രായം ചെന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പടച്ച റബ്ബിന്റെ കൽപ്പന വരികയാണ്. എന്താണ് പടച്ച റബ്ബിന്റെ കൽപ്പന എന്നറിയുമോ? ഇബ്രാഹിമേ, സുന്നത്ത് കല്യാണം നടത്തണം ഇബ്രാഹിം. ലോകത്താദ്യമായിട്ട് സുന്നത്ത് കല്യാണം വരികയാണ്. 8 വയസ്സുള്ള ഇബ്രാഹിം എന്ന് പറയുന്ന പയ്യനോടല്ല, 80 വയസ്സുള്ള വൃദ്ധനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പടച്ച റബ്ബിന്റെ കൽപ്പന വരികയാണ്, സുന്നത്ത് കല്യാണം നടത്താൻ. പടച്ചവനെ, നിങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. അതാ ഇബ്രാഹിം നബി എന്ത് ചെയ്തെന്നറിയുമോ? സുന്നത്ത് കല്യാണം നടത്തണമെന്ന് അല്ലാഹു പറഞ്ഞപ്പോ ഇബ്രാഹിം നബി ചെയ്തത് എന്താണെന്നറിയുമോ? തന്റെ കയ്യിലൊരു മഴുവരിക്കുകയാണ്, വിറക് വെട്ടുന്ന ഒരു ചെറിയ മഴുവരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ കയ്യിലിരുന്ന മഴുവ് കൊണ്ട് ഇബ്രാഹിം നബി സ്വന്തമായിട്ട് സുന്നത്ത് കല്യാണം നടത്തുകയാണ്. അവിടുന്ന് സ്വന്തമായിട്ട് സുന്നത്ത് കല്യാണം നടത്തി. അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ പോവുകയാണ്. അല്ലാഹുവേ, ഇബ്രാഹിം നബിയോട് ജിബ്രീൽ ചോദിക്കുന്നു, യാ ഖലീലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ നബിയേ ഒന്ന് സമാധാനത്തോടെ ചെയ്താ മതിയായിരുന്നല്ലോ? എന്തിനാണ് നിങ്ങൾ എളുപ്പത്തിൽ ചെയ്തത്? എന്തിനാണ് വപ്രാളം കാണിച്ചത്? ഒന്ന് സമാധാനത്തോടെ, ഒന്ന് ശാന്തമായി ചെയ്താ പോരായിരുന്നോ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ, അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ജിബ്രീലേ, അല്ലാഹു ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ, പിന്നെ എന്തിനാ താമസിപ്പിക്കുന്നത്? പിന്നെ എന്തിനാ ആലോചിക്കുന്നത്? പിന്നെ എന്തിനാണ് പിന്നത്തേക്ക് മാറ്റിവെക്കുന്നത്? അല്ലാഹു ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാ ചെയ്യണമല്ലോ. ഇതാണ് അള്ളയും പറഞ്ഞത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചവനെ അവർക്ക് വല്ലാത്ത ഒരു മനസ്സാണ്. അത് ചെയ്യാനുള്ള വല്ലാത്ത ഒരാഗ്രഹമാണ്. അത് ചെയ്യാതെ സമാധാനമില്ല. ചെറുപ്പക്കാരാ, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ള മനസ്സുണ്ടാകണം തമ്പുരാന്. എന്റെ ചെറുപ്പ
ചെറുപ്പക്കാരോട് പറയുകയാണ്, മനസ്സ് വേണം മക്കള്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാ ചെയ്യരുത്. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് എന്തിനാ അങ്ങനെ ഇങ്ങനെ എന്ന് പറയലല്ല. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്താ കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ നീ ആലോചിക്കുന്നത്? 1500 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന സ്വഹാബത്തിന്റെ ചരിത്രം അറിയുമോ? യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരുപാട് ചെറുപ്പക്കാർ അതിനെ പോലെ വികാരവും വിചാരങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായി ഈ ദുനിയാവിൽ ജീവിച്ചിരുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ലോ. രണാകണത്തിൽ യുദ്ധം നടക്കുകയാണ്. രണാകണത്തിൽ യുദ്ധം നടക്കുകയാണ്. എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, സ്വഹാബാ, ആര് ശഹീദാകുന്നുണ്ടോ, യുദ്ധത്തിന്റെ രണാകണത്തിൽ ആര് ശഹീദാകുന്നുണ്ടോ അവർക്ക് സ്വർഗമുണ്ട് സ്വഹാബാ. നബിതങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ അല്ലാഹുവേ, അതാ ഒരു ചെറുപ്പക്കാരൻ നിന്ന് ചാടുകയാണ്. മഹാനായ സഹാബി അവിടെ നിന്ന് തുള്ളിച്ചാടുകയാണ്. ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അവിടെ നിന്ന് തുള്ളിച്ചാടുകയാണ്. എന്തിനാണ് മിസ്ബ്, എന്തിനാണ് മിസ്ബ് നീ തുള്ളിച്ചാടുന്നതെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ, ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞത് കേട്ടോ, ആരാണോ ഈ രണാകണത്തിൽ ഷഹീദാകുന്നത് ആ ഷഹീദാകുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. പടച്ചവനെ, ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ കിടന്ന് തുള്ളിച്ചാടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് ഉമൈർ കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഷഹീദാകുന്നവർക്ക് സ്വർഗമുണ്ടോ നബിയേ? ഈ ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദാകുന്നവർക്ക് സ്വർഗമുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മറുപടി എന്തെന്നറിയോ? ഉമൈറേ, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഉമൈർ, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഓടുകയാണ്. ഒരു കാരക്ക കയ്യിലിരിക്കുകയാണ്, ഒരു ഈത്തപ്പഴം തന്റെ കയ്യിലിരിക്കുകയാണ്. ആ ഈത്തപ്പഴം താഴെ വെക്കുകയാണ്, ആ ഈത്തപ്പഴം താഴെ വെക്കുകയാണ്. അവിടുന്ന് സ്വഹാബത്ത് പറഞ്ഞു, ഉമൈറേ, എടുത്ത ഈത്തപ്പഴം കഴിച്ചിട്ട് പോകടാ, നീ കഴിക്കാനെടുത്ത കാരക്ക കഴിച്ചിട്ട് പോകടാ. ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മറുപടി എന്തെന്നറിയോ? ഈത്തപ്പഴം കഴിക്കുന്ന സമയം പോലും എനിക്ക് ഈ ദുനിയാവിൽ ഇനി ജീവിച്ചിരിക്കണ്ട. ഈത്തപ്പഴം കഴിക്കുന്ന സമയം പോലും പടച്ചവനെ ഈ ദുനിയാവിൽ എനിക്ക് ജീവിച്ചിരിക്കണ്ട. എനിക്ക് വേണ്ടത് എന്തെന്നറിയുമോ? അർജൂ അൻ അകൂന മിൻ അഹ്ലിഹാ. നബിതങ്ങൾ പറഞ്ഞ സ്വർഗത്തിന്റെ അവകാശിയാകാനാ പറഞ്ഞുകൊണ്ട് ഉഹദിന്റെ രണാകണത്തിലേക്ക് ശത്രുക്കളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറി ഷഹീദായ സഹാബിയാണ് സയ്യിദുനാ മുസ്അബ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മത്സരിക്കേണ്ടത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാ, വാശി പിടിക്കേണ്ടത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാ, നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് മത്സരിക്കേണ്ടത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബാ. എന്താണോ ഉള്ളത് എടുത്തുകൊണ്ട് വാ സ്വഹാബാ. പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ സ്വഹാബത്ത് അവരുടെ വീടുകളിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്താണോ കയ്യിൽ കിട്ടുന്നത് എടുത്തുകൊണ്ട് വന്ന് നബി തങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കാൻ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് ഓടുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളും തന്റെ
വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. മനസ്സിന്റെ ഉള്ളിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, മനസ്സിന്റെ ഉള്ളിൽ ഒരേ ഒരു ആലോചനയേ ഉള്ളൂ. എന്താണ് ആലോചിക്കുന്നതെന്നറിയോ? ഒരിക്കലെങ്കിലും ജയിക്കണമല്ലാ, ഒരിക്കലെങ്കിലും ഒന്നാമനാകണമല്ലാ. എന്തിനാണ് ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നതെന്നറിയോ? ഏത് വിഷയം വന്നാലും ഒന്നാമൻ അബൂബക്കറാണ്. ഏത് കാര്യം പറഞ്ഞാലും എന്നും ഒന്നാമനാകുന്നത് അബൂബക്കറാണ്. അത് അബൂബക്കറിന്റെ ഒരു പ്രത്യേകതയാണ്. ഏത് കാര്യത്തിനും ഒന്നാമനാണ്. ഒരിക്കലും വിധങ്ങളുടെ സുബഹി നമസ്കാരം കഴിഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ഇന്ന് നോമ്പ് പിടിച്ച ആരെങ്കിലും ഉണ്ടോ സഹാബ? ഇന്ന് നോമ്പ് പിടിച്ച ആരെങ്കിലും ഉണ്ടോ സഹാബ? അനയാ റസൂലല്ലാഹ്, ഞാനെന്റെ നബിയേ, എനിക്കുന്ന നോമ്പാണ് നബിയേ. നബി തങ്ങൾ ചോദിക്കുന്നു, ഇന്ന് രോഗ സന്ദർശനം നടത്തിയ ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ ചാടി എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, ഞാനുണ്ട് നബിയേ. ഇന്ന് സദഖ കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ പറയുന്നു, ഞാനുണ്ട് നബിയേ. ഇന്ന് ജനാസ നിസ്കാരത്തിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ പറയുന്നു, ഞാനുണ്ട് നബിയേ. എന്ത് കാര്യം ചോദിച്ചാലും അബൂബക്കറാണ്. എന്നും ഒന്നാമൻ അബൂബക്കറാണ്. അതുകൊണ്ട് അബൂബക്കറിനെ പരാജയപ്പെടുത്തണം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. തന്റെ സമ്പാദ്യം മുഴുവനും എടുക്കുകയാണ്, തന്റെ സമ്പത്ത് മുഴുവനും എടുക്കുകയാണ്. എന്നിട്ട് പടച്ചവനെ, സമ്പത്തിന്റെ നേർ പകുതി എടുക്കുകയാ, സമ്പത്തിന്റെ നേർ പകുതി എടുത്തു. എന്നെ പോലെ എന്തായാലും ആരും കൊണ്ടുവരൂല, എന്നെ പോലെ അബൂബക്കർ കൊണ്ടുവരൂല. സമ്പത്തിന്റെ നേർ പകുതി എടുത്തിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ സമ്പത്തിന്റെ നേർ പകുതി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി തന്നിരിക്കുന്നു നബിയേ.